സോ ഹലോ ഗൈസ്, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ തമിഴ്നാട് ഒരു സ്ഥലത്താണ്. അതെവിടെയാണ്? ചിത്രാ തിരുനാൾ ടെമ്പിൾ. ചിത്രാൾ തിരുനാൾ ടെമ്പിൾ അല്ല, ഇത് ചിത്രാൾ ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പം ഗൈസ്, നമുക്ക് ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ബാബ. സോ ഗൈസ്, ഇതാണ് തുടക്കം. ഇവിടെ നിന്നാണ് നമുക്കിനി അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പോകാനുള്ള നമ്മുടെ ഫസ്റ്റ് എൻട്രൻസ്. ഇതാണ് നമ്മുടെ പോണ വഴി. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, നടന്ന് ഇതിപ്പോൾ എവിടെയോ എത്തി പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹലോ ഗൈസ്, നമ്മളിപ്പോൾ നടന്ന് ഇപ്പം ഒരു അപ്പുറത്ത് ഒരു മല പാറയൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് എത്തി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഇനി അങ്ങോട്ടാണ് കുറച്ച് കാഴ്ചകളുള്ള, കാണിച്ചു തരാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ഒരു കിട്ടില്ല സ്പോട്ടിലെത്തി. ആ സ്പോട്ട് ഇപ്പോൾ കാണിച്ചു തരാം. നല്ല അടിപൊളി സ്പോട്ട്, നല്ല കാറ്റുമുണ്ട്. കിട്ടില്ല സ്പോട്ട് ഗൈസ്. കണ്ട ഗൈസ്, ഇതാണ് ആ സ്പോട്ട്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വരണം. ചിത്രാൾ ജെയിൻ ടെമ്പിൾ എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ആ ടെമ്പിൾ എത്തിയില്ല. ടെമ്പിൾ കുറച്ചുകൂടെ മുകളിലാണ്. നല്ല അടിപൊളി വ്യൂ ആണ് ഗൈസ്. നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് മസ്റ്റായിട്ട് ഇവിടെ വരണം. ഗൈസ്, കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഒരു കിട്ടില്ല ഒരു പാറയുടെ ഇവിടെ ഒരു ഹിഡൻ സ്പോട്ട്. ഇവിടെ ഒരു പാതിൽ പോലെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമുക്കകത്ത് കയറി നോക്കാം. കമോൺ. ഗൈസ്, ഇവിടെ പടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്, നോക്കാം. ഗൈസ്, നമ്മൾ ആ വാതിലിൻ്റെ അടിയിൽ കൂടെ വന്നപ്പോൾ താഴോട്ടൊരു പടിയുണ്ട്. ആ സ്റ്റെപ്പിൻ്റെ ഇതുവഴി വന്നപ്പോൾ ഇവിടെ ചില ശില്പങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു ഗൈസ്. ഒരാൾ ചട്ടം പേട്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒരു പിടിയില്ല. നിനക്കെല്ലാം അറിയാമോ? ഇത് പ്രാചീന കാലത്ത് ശിലായുഗത്തിൽ കുത്തിയ ശിലകളാണെന്ന് തോന്നുന്നു. കുത്തിയ ശിലകളാണെന്ന് തോന്നുന്നു. ബുദ്ധമതം പ്രതിരോധിച്ച് കൊത്തിയ ശിലകളാണ് ഇതൊക്കെ. അപ്പൊ നമ്മളെ ഈ കാലത്ത് കൊത്തണമെങ്കിൽ 1 മണിക്കൂറിന് മിഷീൻ്റെ പരിപാടിയാണ്. ഗൈസ്, ഇതൊക്കെ പണ്ടത്തെ ആൾക്കാർ ഓരോ കലാവിരുന്നാണ്. ഇതൊക്കെ എന്താണെന്ന് ഇതിൻ്റെ പുറകിലുള്ള കഥകളൊന്നും ഒരു പിടിയുമില്ല. പക്ഷെ ഇവിടെ വന്നപ്പോൾ കണ്ടതാണ്. നമുക്കിനി താഴോട്ട് ഒരുപാട് കാഴ്ചകളുണ്ട്. താഴോട്ട് മുകളിലോട്ടൊക്കെ ആയിട്ട് നമുക്കിനി അങ്ങോട്ട് പോകാം. ഇവിടെ നല്ല വ്യൂ ആണ് ഗൈസ്, കണ്ടോ. നമുക്കിനി മുകളിലോട്ട് പോയിട്ട് അടുത്ത കാഴ്ചകൾ നോക്കാം. ഗൈസ്, നമ്മൾ ആ ശില്പത്തിൻ്റെ ആ ഒരു പ്രതിരൂപം കണ്ടില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന വഴി കൂടെ തന്നെ വീണ്ടും നമ്മൾ പടി കയറി വന്നപ്പോഴേ നമ്മൾ നേരത്തെ കാണാത്ത ഒരു ഉള്ളിലോട്ടൊരു ഗുഹ ഗൈസ്. നമുക്ക് അതുവഴി ഒന്ന് പോയി നോക്കാം. നീ ഒന്ന് കയറി നോക്ക്. നീ കയറിയിട്ട് അവിടെ ഒന്നും ഇല്ലെങ്കിൽ ഞാൻ വരാം ഗൈസ്. നല്ലൊരു അടിപൊളി ഗുഹയാണ്. നിങ്ങൾ കൊടൈക്കനാലിലൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഗുണ കേവ്. ഇതാണ് ഗുണ കേവ്. ഇത് മിനി ഗുണ കേവാണ് ഗൈസ്. ഇത് നമ്മുടെ ജസ്റ്റ് പാറശാലയിൽ നിന്നും ഒരു 15 കിലോമീറ്റർ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ തലയടിച്ച് പിന്നെ ആശുപത്രി പോകേണ്ടി വരും ഗൈസ്. അപ്പം നമുക്ക് മുകളിലോട്ട് പോവാം ഗൈസ്. ഇപ്പോൾ വേറൊരു എന്തോ ഒരു സാധനം കണ്ടു ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല. പ്രാചീന കാലത്തെ ഒരു അമ്പലമാണ്. വരുമ്പോൾ എന്തായാലും ഇത് വിസിറ്റ് ചെയ്യുക. നല്ലൊരു എക്സ്പീരിയൻസ്
ഇവിടെ കുറേ ലവേഴ്സൊക്കെ വന്ന് അവരുടെ ലവേഴ്സിൻ്റെ അതൊക്കെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ലവേഴ്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലവേഴ്സിൻ്റെ പേര് ഇവിടെ എഴുതാം. ഗൈസ് എന്തൊക്കെ പറഞ്ഞാലും വല്ല അടിപൊളി സ്പോട്ടാണ് ഗൈസ്. ഇടയ്ക്ക് കൈ എൻ്റെ ക്യാമറയിൽ തട്ടിയിട്ടുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ ഈ ഒരു വ്യൂ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഓ അടിപൊളി വ്യൂ ആണ് ഗൈസ്. ഇവിടെ ഏറ്റവും പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത്രയും മലയുടെ മണ്ടയിൽ എപ്പോഴും ഒരു പറ്റാത്തൊരു ചെറിയ മിനി കാണുന്നതാണ് ഗൈസ്. ഒരിക്കലും പറ്റത്തില്ല. എത്ര വർഷമായി ഇത് ഇങ്ങനെ നയിക്കുന്നത്? നമ്മൾ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഗൈസ് നമ്മൾ പറഞ്ഞത്. അല്ല എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമ്മളൊന്നും പറയരുത്. അപ്പം ഗൈസ് നമുക്ക് ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്കിനി അങ്ങോട്ടൊക്കെ പോവാം. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ എന്ന് വെച്ചാൽ ഈ ശില്പം ആദ്യം കണ്ടപ്പോൾ ഒന്നും തോന്നിയില്ല. പക്ഷേ ഇടയ്ക്കൂടെ വന്നപ്പോൾ ഒരു ഗുഹ കണ്ടു. ഞാൻ അങ്ങോട്ട് കയറി പോകാൻ പോവുകയാണ്. എന്താകുമെന്ന് അറിയില്ല. അപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുമ്പോൾ. മീൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലവേഴ്സിൻ്റെ പേരുകൾ ഈ ചുമര് ഫുള്ളും ഉണ്ട്. അപ്പുറത്തെ സൈഡായാലും അത് തന്നെയാണ്, ഇപ്പുറത്തെ സൈഡ് അത് തന്നെയാണ്. പിന്നെ ഇവിടെ ഒരു വഴിയുണ്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഈ വഴി ഇതുവഴി കയറി ഇതുവഴി ഇറങ്ങാം. പക്ഷെ ഇതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് പോവാം. അത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്ക് അങ്ങോട്ട് പോകണ്ട. ഇങ്ങോട്ട് വന്ന വീഡിയോ എടുക്കാം. ഇങ്ങോട്ട് വന്ന വീഡിയോ എടുക്കാന്ന് പറയാം. കയറി പോയാൽ പോയി തുമ്പിലാണ് നിൽക്കുന്നത്. തുമ്പിൽ നിൽക്കുന്നത് ഡേഞ്ചറസ് സ്പോട്ട് ഗൈസ്. ഇവിടെ മാക്സിമം നിങ്ങളെ ഇതാക്കുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരണ്ട, നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് നിൽക്കാൻ ശ്രമിക്കുക അല്ലേ? സോ നമുക്കിനി അടുത്ത് അങ്ങോട്ട് പോവാം. ഇതാണ് ഗായ്സ് ആ ഒരു പ്രദേശം. നമ്മൾ നേരത്തെ കയറിപ്പോയത് ഇതുവഴിയാണ്. എക്സാമ്പിൾ ഇവിടെ കൂടിയാണ് കയറി വരേണ്ടത്. കയറി വരുമ്പോൾ ഇതാണ് സ്പോട്ട്, അതാണ് സ്പോട്ട് കാര്യങ്ങൾ എന്ന്. ഗായ്സ് ദാ ഇവിടെ ഒരുത്തെന്താ ഇറങ്ങി വരുന്നു. കുറച്ച് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ്. മാക്സിമം ഇതിൻ്റെ അകത്തോട്ട് പോകാൻ നമ്മൾ ഇതാക്കുന്നില്ല, കാരണം അപ്പുറത്ത് നല്ല ഡേഞ്ചർ ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നേരെ ഒഴിക്കാതെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയല്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പുറത്തൊക്കെ വന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോകാൻ ശ്രമിക്കും. ഓക്കെ ഗൈസ്, നമ്മൾ ആ ഭാഗവും കണ്ടിട്ട് വീണ്ടും താഴെ ഇറങ്ങിയപ്പോൾ ഈ ഭാഗത്ത് ഒരു ചെറിയ ഗ്രില്ല് അടിച്ചിട്ടിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് നോക്കട്ടെ. ഗ്രില്ലും ഒരു പൂട്ടും. ഓ, അവിടെ എന്തോ ദൈവത്തിൻ്റെ ഒരു കല്ലിൽ ചെയ്തിരിക്കുന്ന എന്തോ ഒരു സാധനമാണ്, നേരെ കണ്ടുകൂടാ. പിന്നെ ഇത് നമ്മുടെ മുകളിൽ നിന്ന് കണ്ടപ്പോൾ ഉള്ള ഒരു ബിൽഡിങ് താഴത്തെ. ഗൈസ് ഇതാണ് ഗൈസ് ചിത്രഹാൾ ജെയിൻ ടെമ്പിൾ. കണ്ടോ, അടച്ചിട്ടിരിക്കുകയാണ്. ഇതാ ഇവിടെ ഒരു കുളം കണ്ടില്ലേ? ഈ ഒരു കുളമാണ് ഗൈസ് ഒരിക്കലും വറ്റാത്തത്. ഒരു മലയുടെ മണ്ടയിലാണ് ഈ കുളം വരുന്നത്. ഇത് ഒരിക്കലും വറ്റത്തില്ല, അങ്ങനെയാണ് നമ്മുടെ പഠനങ്ങൾ പറയുന്നത്. ഉണ്ടോ? ആ കെട്ടില്ലേ, കെട്ടിൻ്റെ അത്ര ഉണ്ടായിരുന്നു വെള്ളം. നമ്മൾ വന്നപ്പം കുറച്ച് മണ്ടക്കൂടെ ഒഴി വരണത്. അവിടെ ഒരു ഓം ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ലവേഴ്സ്, പിന്നെ എല്ലാവരും ചില്ലറ ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട്. അവരെ വീഡിയോ പേഴ്സണൽ കാര്യം നമ്മൾ തലയിടുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ തമിഴിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിരിക്കും. തമിഴ് അറിയുന്നുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ച് നോക്ക്, പോസ് ചെയ്തിട്ട്. ഹിന്ദി അറിയുന്നുള്ള ആരെങ്കിലും ഒന്ന് വായിച്ച് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ള എന്തെങ്കിലും ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. നമ്മൾ പറഞ്ഞ എന്തെങ്കിലും മണ്ടത്തരാണോ ഇതിൽ കൊടുത്തിട്ടുള്ളതെന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ഇടുക. പിന്നെ ഗൈസ് ഇതാണ് ക്ഷേത്രം.
ഇതാണ് ചിത്രഹാൾ ജെയിൻ ടെമ്പിൾ. എല്ലാം ഗ്രില്ലടിച്ച് വെച്ചിരിക്കുകയാണ്, എല്ലാം പൂട്ടി വെച്ചിരിക്കുകയാണ്. ഇവിടെ ചെരുപ്പിട്ടുകൊണ്ട് കയറണ്ട, വേണ്ട. ഇവിടെ ഒന്നും കണ്ടുകൂടാ, ഒന്നും കണ്ടുകൂടാ, എല്ലാം ഇരുട്ടാണ്. അവര് നേരത്തെ കയറി. നിലവറ ഓ, നമ്മൾ നേരത്തെ വന്ന ഗുഹയുടെ താഴെ. അവിടെ നമ്മളെ പത്മനാഭ സ്വാമി ക്ഷേത്രം പോലത്തെ നിലവറയാണോ? എന്തൊരു സാധനം പോയേ, ഓന്താണോ? ഇതിൻ്റെ അകത്ത് എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മൾ നേരെ നോക്കിയാലൊന്നും കാണൂല. അകത്ത് നമുക്ക് ചെറിയ ചെറിയ തൂണുകൾ കാണാം. ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ ഇത് ഫുള്ളും പാറ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പാറ കൊണ്ടാണ് നിർമ്മിച്ചത്. ഓരോ സാധനം. ഇതാണ് ഗൈസ് ചിത്രഹാൾ ജെയിൻ ടെമ്പിൾ. സോ ഗൈസ്, കണ്ടില്ലേ, ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ. ഒരു ചെറിയൊരു വ്ളോഗാണ്. കണ്ടോ, നിങ്ങൾ മാക്സിമം വീട്ടിൽ ചുമ്മായൊക്കെ ഇരിക്കുകയാണെങ്കിൽ, ജോലിക്കുള്ളവർ ജോലിക്ക് പോവുക. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം ഇവിടെയൊക്കെ വരിക. അങ്ങ് നമ്മുടെ ഗുണ കേവ് അങ്ങോട്ടൊക്കെ പോവുക. മാക്സിമം നിങ്ങൾ അങ്ങോട്ടൊക്കെ എപ്പോഴും പോവുകയല്ലേ. നമ്മുടെ ഈ ഒരു ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർ മാക്സിമം വരിക. ദൂരോട്ടുള്ളവരും വരിക, വരാമെന്നല്ല. അഡ്വഞ്ചറായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ കണ്ട് എൻജോയ് ചെയ്ത് പോവുക. പിന്നെ ലവേഴ്സാണ് കൂടുതൽ ഇവിടെ വരുന്നത്. അപ്പം വലിയ ദൂരം ഇല്ല ഗൈസ്. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് വലിയ ദൂരം ഇല്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. പാറശാലയിൽ നിന്ന് കുറച്ചേ ഉള്ളൂ, ഒരു 15 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങളിവിടെ വരാൻ ശ്രമിക്കുക, എൻജോയ് ചെയ്യുക. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു ചെറിയൊരു വ്ളോഗായിരുന്നു. അപ്പോൾ ഗൈസ്, നമുക്കിനി അടുത്തൊരു കിട്ടിലൊരു വ്ളോഗുമായിട്ട് വീണ്ടും വരാം. അപ്പം അതുവരെ നമ്മൾ പോകുന്നു. അപ്പോൾ ടാറ്റ, ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ടാറ്റ.